ആന്റണിയിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ പ്രജീഷ് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്നും. പ്രജീഷ്, നമുക്കറിയാം ഇപ്പോൾ മിനിസ്റ്റർ അടക്കം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമുക്ക് ഈ ആളുകളെ കണ്ടെത്താൻ സാധിക്കണം, ഇനിയും തിരിച്ചറിയാൻ ഒരുപാട് പേർ ബാക്കിയുണ്ട്, അവരെയൊക്കെ നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. അതിനുവേണ്ടി സാങ്കേതികപരമായിട്ടുള്ള എല്ലാ രീതിയിലും ഏതൊക്കെ വഴിയിലൂടെ സഞ്ചരിക്കാൻ പറ്റും അതൊക്കെ തന്നെ ഇപ്പോൾ നോക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിൽ നടത്തുകയാണ്. അതുപോലെ തന്നെ സൈന്യം അവർക്ക് കഴിയുന്ന രീതിയിൽ അവരും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ബെയിലി പാലം നമുക്കറിയാം, ഒരു രാത്രിയും ഒരു പകലും കൊണ്ടാണ് ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. അത്തരത്തിൽ ഈ മൃതദേഹങ്ങൾ കണ്ടെത്താൻ അല്ലെങ്കിൽ ഇനിയും നിരവധി പേർ കെട്ടിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളും തിരച്ചിലും ഒക്കെ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് സർ അവിടുത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? ഭദ്ര, മുണ്ടക്കൈയിൽ ഇതുവരെ പരിശോധന നിർത്തി സംഘങ്ങൾ മടങ്ങാനിരിക്കവെയാണ് റഡാർ പരിശോധന സംഘം അവിടേക്ക് എത്തുകയും റഡാറിൽ സിഗ്നൽ ലഭിക്കുകയും നമ്മൾ ബെയിലിപ്പാലം നിർമ്മിച്ചതിന് കുറച്ചപ്പുറത്ത് സ്കൂൾ വിഷ്വലിലെല്ലാം കണ്ടിരിക്കുമല്ലോ, സ്കൂളിനപ്പുറത്തായ ഒരു ബിൽഡിങ്ങിന്റെ ഇടയിൽ ഒരു ജീവനുള്ള വസ്തു ഉണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തത്. ജീവനുള്ള വസ്തു ഒരു മനുഷ്യൻ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യനാണ് എന്നുള്ള രീതിയിലല്ല അവർ പറഞ്ഞു. ജീവനുള്ള വസ്തു അത് എന്തുമാവാം എന്നാണ് അവർ നമ്മളോട് ഇപ്പൊ പറഞ്ഞത്. വളർത്തു മൃഗങ്ങളാവാം, അല്ലെങ്കിൽ മറ്റെന്തോ ഒരു ജീവനുള്ള ഒരു വസ്തു അതിൻ്റെ ഉള്ളിൽ കണ്ടു, 8 മീറ്റർ അകലെയായിട്ട് കണ്ടു എന്ന് പറഞ്ഞതും തിരിച്ചു മടങ്ങാനിരുന്ന എല്ലാ മണ്ണുമാന്തിരന്തം ഉൾപ്പെടുന്ന എല്ലാ സംഘങ്ങളും തിരിച്ചു വരികയും അവിടെ ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതുവരെ നമുക്ക് 319 മരണങ്ങളാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ 166 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി. 176 ആളുകൾ ഇപ്പോഴും സീരിയസ് ആശുപത്രികളിലുണ്ട്. അത്തരത്തിൽ ഇപ്പോഴും വിപുലമായി തന്നെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഭദ്ര ഇവിടെ. തീർച്ചയായും. അതുപോലെ തന്നെ പ്രജീഷ്, നമുക്കറിയാം ഇവിടെ മനുഷ്യർ മാത്രമല്ല മറ്റ് ജീവജാലങ്ങൾ കൂടി, നേരത്തെ പ്രജീഷ് പറഞ്ഞതുപോലെ തന്നെ ഒരു ജീവന്റെ അനക്കമുണ്ട്, ഒരു ജീവന്റെ തുടിപ്പ് എവിടെയോ ഉണ്ട്. അതുകൊണ്ട് തന്നെ മടങ്ങിപ്പോയ സംഘമൊക്കെ തിരിച്ചു വരുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പശുക്കളും അതുപോലെ പോത്ത്, മറ്റ് കോഴികളൊക്കെ തന്നെ വലിയ രീതിയിൽ അവിടെ ഒറ്റപ്പെട്ട ഒരു സാഹചര്യമാണ്. നമുക്കറിയില്ല, അവർ ഈ വൈകുന്നേരങ്ങളിലൊക്കെ തൊഴുത്തിൽ പോകേണ്ട ജീവജാലങ്ങളായിരുന്നു. പക്ഷെ അവർക്ക് ഇപ്പോൾ തൊഴുത്തില്ല, അവർക്ക് കഴിക്കാൻ അവിടെ പുല്ല് മേടുകൾ മറ്റൊന്നും തന്നെയില്ല. ഈ പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു അവസ്ഥയാണ്. ഒരു മരണഭൂമിയിലൂടെ നടന്നു പോവുകയാണ് അവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ രക്ഷാദൗത്യത്തിൻ്റെ ഒരു ഭാഗം അവരും ഈ മനുഷ്യരെ പോലെ തന്നെ അവരെയും രക്ഷിക്കാനുള്ള ഒരു ദൗത്യത്തിലേക്ക് കൂടി കടക്കുകയാണ്. എന്തായാലും തീർച്ചയായും പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവരെയും കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മളും ഈ ഒരു ഘട്ടത്തിൽ പറയുന്നത്. പ്രജീഷ്, അതുപോലെ തന്നെ അവിടുത്തെ എങ്ങനെയാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ഒരു അവസ്ഥ എങ്ങനെയാണ്? അവർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം, വെള്ളമൊക്കെ എത്തിക്കാനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നില്ലേ? മധുര 3 ദിവസം മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പൊ വെള്ളവും ഭക്ഷണവും എത്തിക്കാൻ മന്ത്രിസഭ തീരുമാനമെടുത്തിരുന്നു. 2 ദിവസം മുമ്പാണെങ്കിൽ നമുക്ക് അവിടുന്ന് ലഭിച്ചിരുന്നത് വെള്ളവും അല്ലെങ്കിൽ ബ്രെഡും ആരെങ്കിലും കൊണ്ട് കൊടുക്കുന്നതുമായ ബ്രെഡുകളോ വെള്ളവും കുടിച്ച് എല്ലാവരും അങ്ങനെയായിരുന്നു രക്ഷാപ്രവർത്തനം. അത് മന്ത്രിമാർ ഇവിടെ വന്നൊരു സഭ രൂപീകരിക്കും, അവിടെ ഇരുന്ന് കൃത്യമായി എല്ലാവർക്കും ഭക്ഷണം എത്തിക്കണം, രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് ഭക്ഷണം എത്തിക്കണം എന്ന തീരുമാനത്തിലെത്തുകയും ചെയ്തതിനു ശേഷം എല്ലാവർക്കും കൃത്യമായി ഭക്ഷണങ്ങൾ എത്തുന്നുണ്ട്. ബദല നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ മനുഷ്യജീവനങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടായിരുന്നു ഇത്രകാലം നമ്മൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരുന്നത്. അതല്ല, അവിടെ ഒരു കാർഷിക മേഖല ആയതുകൊണ്ട് തന്നെ അവിടെ വളർത്തു മൃഗങ്ങളും മറ്റു പശു ഉൾപ്പെടുന്ന പശുവാട് അങ്ങനെ തുടങ്ങുന്ന വളർത്തു മൃഗങ്ങൾ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളുമുണ്ട്. ചില ആളുകൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അലഞ്ഞിരിക്കുന്ന ജന്തു എല്ലാവരും ഉണ്ട് ഇവിടെ. അപ്പൊ നമുക്കത് എങ്ങനെയാണ് അവരെല്ലാം നമുക്കിതിനെ ജീവനോടെ എത്തിക്കാൻ കഴിയുന്നതുണ്ട്. അതിൽ മണ്ണിനടിയിൽ അകപ്പെട്ടതുമുണ്ട്. മനുഷ്യജീവനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളത് തന്നെയാണ് വളർത്തു മൃഗങ്ങളെയും. അതുകൂടി ഫോക്കസ് ചെയ്തിട്ടാണ് ഇപ്പൊ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇപ്പൊ രക്ഷാപ്രവർത്തനം അല്ല നടക്കുന്നത്. നമ്മൾ പറഞ്ഞതിന് ഇപ്പൊ മൃഗങ്ങൾ കണ്ടെത്താനുള്ള തിരച്ചിലുകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ മുണ്ടക്കൈയെല്ലാം നിർത്തി കൂടുതൽ അത് ഉത്ഭവ സ്ഥാനത്ത് നിന്ന് പുഞ്ചിരിമട്ടം പോലെയുള്ള ഉത്ഭവ സ്ഥാനത്ത് നിന്ന് തീരത്തുണ്ടായിരുന്ന വീടുകളിലെല്ലാം തിരച്ചിലുകളാണ്. ഇനിയും നമുക്ക് കിട്ടേണ്ട മൃതദേഹങ്ങളുണ്ട്. ഇനിയും നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ള ഒത്തിരി മിസ്സിംഗ്
കേസുകളുണ്ട്. അതൊന്നും നമുക്ക് ഇതുവരെ തിരിച്ചറിയാനോ തിരിച്ചു കിട്ടിയതായിട്ട് റിപ്പോർട്ടില്ല. അപ്പൊ അതിനുള്ള തിരച്ചിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഭദ്ര. ശരി. പ്രജീഷ്, എന്തായാലും ഇപ്പോൾ 3-4 ദിവസത്തെ ദൗത്യത്തിലേക്ക് കടക്കുമ്പോൾ പ്രജീഷ് അവിടെ അന്ന് മുതൽക്ക് അവിടെയുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അറിയാം അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. എന്തായാലും വളരെയധികം നന്ദിയുണ്ട് ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. നമുക്ക് വീണ്ടും